ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവ് പോലെ തന്നെ കിച്ചണിൽ നിന്നാണ് കേട്ടോ ഇന്നും വീഡിയോ തുടങ്ങിയത്. എനിക്ക് പ്രത്യേകിച്ച് പ്ലേസ് ഒന്നുമില്ല വീഡിയോ എടുക്കാൻ തുടങ്ങാൻ. ഇതിവിടെ നിന്ന് തന്നെയാണ് ഞാനും തുടങ്ങുക. ഇവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ മുട്ടയും പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇന്ന് 2-3 കാര്യങ്ങൾ സ്പെഷ്യലാണ് കേട്ടോ. ഒന്നാമത്തത് അനീഷേനും മക്കളും ഇന്ന് വീട്ടിലുണ്ട്. മൊഹറാണ്, അതിൻ്റെ ലീവിൽ വീട്ടിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പിന്നെ പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ച് ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്ന രീതിയാണ് സ്പെഷ്യൽ, സാധനം സ്പെഷ്യലല്ല. ഇതൊരു കോട്ടൺ തുണി തലേദിവസം തന്നെ ഞാൻ അലക്കി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇഡ്ഡലിയാണ്. 2-3 ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഇഡ്ഡലി സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിന് ഇഡ്ഡലി തന്നെ ആയിരിക്കും പറയാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിതിന് ഇഡ്ഡലി തന്നെയാണ് പറയുക, വേറെ ഒന്നും പറയുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് എനിക്ക് ഇഡ്ഡലി തട്ടില്ല. എൻ്റെ ഇഡ്ഡലി തട്ടും പാത്രമൊക്കെ ചീത്തയായപ്പോൾ ഞാനത് പഴയ സാധനം എടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അഥവാ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ദോശ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനും മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ എക്സൈറ്റഡ് ആയിട്ടായിരിക്കാം എനിക്കിന്ന് രാവിലെ തന്നെ ഇന്ന് പാലൊന്നും എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എഴുന്നേറ്റ് പൊതുവേ ഇവർ വീട്ടിലുള്ളപ്പോൾ, അതായത് അനീഷണ്ണും മക്കളും വീട്ടിലുള്ളപ്പോൾ ഞാൻ എഴുന്നേക്കാൻ കുറച്ചൊന്നും മടിക്കുന്നതാണ്. പക്ഷെ ഇന്ന് അന്നിങ്ങനെ മടിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണമാവാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ മാവൊക്കെ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈശ്വര കാത്തോളണേന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ മാവൊക്കെ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ, നന്നാവണേ എന്നുള്ളൊരു. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്രം കേടായതിനു ശേഷം ഞാൻ ഉണ്ടാക്കലില്ലായിരുന്നു. അപ്പോൾ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ച് ഞാൻ മുട്ട എടുക്കാൻ പോകുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് അത് സ്പോട്ടിൽ തന്നെ ഞാൻ ആവിപ്പാത്രം വെക്കുകയും പഴം വെക്കുകയും അതുപോലെ അടച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞാൻ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണമാവാം എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലോപ്പായി പോയി. പക്ഷേ അത് ഞാൻ ഒഴിവാക്കുന്നില്ല, എനിക്കും അനീഷണ്ണും കഴിക്കാൻ തന്നെയുള്ളതാണ് കേട്ടോ. മക്കൾ രണ്ടാളും അങ്ങനെ മുട്ട അങ്ങനെ കഴിക്കാറില്ല, ചെറുത് ഇടയ്ക്ക് കഴിക്കും എന്നല്ലാതെ. അങ്ങനെ ഈ ഒരു പച്ചമുളകൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. എൻ്റെ അനീഷണ്ണന് കുറച്ച് കൃഷിയുടെ കാര്യത്തിലൊക്കെ കമ്പുണ്ട്. അതുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ, ചെറിയ ടെറസായാലും അതിൻ്റെ മുകളിൽ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചീരാമുളകുണ്ട്, അങ്ങാടിമുളകുണ്ട്, അപ്പോൾ അതുപോലെ തൈരുമുളകൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നൊന്ന് മാറാൻ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അനീഷാണ് ഇടയ്ക്കിടയ്ക്ക് എന്തായി എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പാല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ അടുപ്പത്തേക്ക് വെച്ചു. ഈ ഒരു പാത്രത്തിന് ഇങ്ങനെ ഒരു എത്ര തവണ എൻ്റെ കയ്യിൽ നിന്ന് ചായ താഴെ പോയിട്ടുണ്ടെന്ന് അറിയോ, ആ ഒരു പിടിയില്ല, അതിന് ഭയങ്കര വെയിറ്റ്. അനീഷനോട് ഞാൻ മുട്ടേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അനീഷേട്ടൻ വന്ന് നോക്കിയതാണ്. അപ്പോൾ അനീഷേട്ടൻ എക്സ്പ്രഷൻ ഇട്ടിട്ട് അനീഷേട്ടൻ അങ്ങ് പോയി. അങ്ങനെ ഞാൻ പാലൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പാത്രത്തിൽ വെച്ചു, അടുപ്പൊക്കെ കത്തിച്ച് പാല് കാച്ചിയിട്ട് ആദ്യം അനീഷേട്ടനുള്ളത് മാറ്റി വെച്ചിട്ട് വേണം എനിക്കും മക്കൾക്കും ഉള്ള ചായ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനും ബാക്കിയുള്ള പാലിൽ. അങ്ങനെ പാലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ റെഡിയായി അനീഷേട്ടനുള്ളത് ഞാനൊരു സ്റ്റീലിൻ്റെ കപ്പിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ ഇഡ്ഡലി അവിടെ എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ട്, മക്കൾ രണ്ടാളും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. പ്രത്യേകിച്ച് ദേവൂട്ടി എണീക്കാൻ കുറച്ചൊന്ന് വൈകും. ചെറിയ ആൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റോളും, പക്ഷേ ഇന്ന് അവളും എണീറ്റിട്ടില്ല. കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ട്, രാത്രി ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തുകൊണ്ട്. അങ്ങനെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ടോയെന്നൊക്കെ ആദ്യം ഞാൻ നോക്കിട്ടോ, ഫോർക്ക് വെച്ച് നോക്കി. പിന്നെ ഞാൻ ഇഡ്ഡലി എടുക്കുകയാണ്. അപ്പോൾ സമാധാനം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എൻ്റെ ടെൻഷൻ ഇത് കിട്ടുമോ ഇല്ലയെന്നാണ്. അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ
എനിക്ക് അനീഷേട്ടന് ഇന്ന് ചെറിയ 1-2 പുറത്ത് പണികൾ എടുക്കാനുണ്ട്. ഇങ്ങനെ ലീവ് കിട്ടുന്ന സൺഡേസിലും അതുപോലെ ഇങ്ങനെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഞങ്ങൾ അങ്ങനത്തെ പണി. അല്ലാതെ ഞാൻ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും എന്താ പറയുക അലക്കലും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ എടുക്കണമെങ്കിൽ അനീഷേട്ടൻ തന്നെ. കാരണം അനീഷേട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. കാരണം വീട്ടിലേക്ക് നമ്മളിപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ വിറകായാലും അടുത്ത വീട്ടിൽ നിന്ന് ചകിരിയും കാര്യങ്ങളൊക്കെ തന്നാലും അത് അടുക്കി പെറുക്കി വെക്കാനും വിറക് ഓലയായാലും തറച്ച് കെട്ടിത്തരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഹെൽപ്പ് ആവാറുണ്ട് കേട്ടോ. കാരണം അമ്മ പറയും ഇവിടുത്തെ അനീഷിന് പണ്ട് എങ്ങനെയാണ് എന്താ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇതാണെന്നൊക്കെ പറയും. കാരണം അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ 100% ഒന്നും പറയാല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ആൾക്ക് കൃഷി ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ആളുണ്ടാക്കിയ പച്ചമുളകാണ്. അത്യാവശ്യം പച്ചക്കറിയൊക്കെ ടെറസിൻ്റെ മുകളിലായാലും ഞങ്ങളൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ആയാലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും. നല്ലപോലെ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പം വഴുതന, തക്കാളി, ചീര, അതുപോലെ കയ്പ അങ്ങനെയൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ അനീഷേട്ടൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അപ്പോൾ നല്ലപോലെ വെണ്ടയൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പച്ചമുളക്, പച്ച കളറുള്ള മുളക് എടുത്തിട്ടു. കാരണം എല്ലാം പഴുത്തെടുക്കണം. അതിൽ തൈര് മുളകും അങ്ങാടി മുളകും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചീരാമുളകും അല്ലാത്ത അങ്ങാടി മുളകും പച്ച നിറമുള്ളത് നോക്കിയിട്ടെടുത്തു. വെള്ള ചമ്മന്തിയൊക്കെ, കാരണം ചുവപ്പ് മുളക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ചുവപ്പ് കളറായിരിക്കും. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചും അതുപോലെ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് റെഡിയായി. അനീഷേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, വേഗം നോക്ക് ഓരോ കാര്യം ചെയ്യാനുണ്ട് എന്നൊക്കെ. കാരണം കുറച്ച് തേങ്ങ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ട് മുറ്റത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ തുടങ്ങി. അങ്ങനെ മക്കൾ എഴുന്നേൽറ്റിട്ടില്ല. ഇന്ന് സൺഡേ ആയത് കാരണം ദേവൂട്ടി എഴുന്നേൽക്കാൻ കുറച്ചൊരു മടി കാണിക്കും ഈ ലീവുള്ള ദിവസം. പക്ഷേ അവൾക്ക് ഇന്ന് ട്യൂഷനുണ്ട്. ചെറിയ ആൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് പറയും. പക്ഷേ ഈ ഒരു ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കാനുള്ളതൊന്നും അത്ര ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാസ് നല്ലപോലെ ചിലവാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടിൽ 4 6 ഒക്കെ ആയിട്ട് തട്ടിലുണ്ടാവാറുണ്ടല്ലോ. പക്ഷേ ഇത് ഒരെണ്ണമല്ലേ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ സൈസിലൊരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ പാത്രത്തിനനുസരിച്ച്. എങ്കിലും ഇതിന് കുറച്ച് അത്യാവശ്യം ഗ്യാസ് ചിലവാകും. കുറച്ച് സമയം വെക്കണ്ടേ, ഓരോന്നോരോന്നല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ റെഡിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്തു നിന്ന്. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടാണ്. ഇനി അതൊന്ന് വറവിടണം. എന്നിട്ട് അനീഷേട്ടനും എനിക്കും കൂടെ ചായ കുടിക്കണം. പൊതുവേ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. ഇങ്ങനെ സൺഡേ ആയാലും ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നൊന്നും കഴിക്കാൻ സമയം കിട്ടാറില്ല. ഇന്ന് നേരത്തെ എല്ലാം ആയതുകൊണ്ട് ഒരുമിച്ചിരിക്കാനും കഴിക്കാനൊക്കെ പറ്റും. മക്കൾ 2 ആളും എഴുന്നേറ്റില്ലേ. തൽക്കാലം അവരെ ഞങ്ങളിപ്പോൾ വിളിക്കുന്നില്ല. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അവർ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ദേവൂട്ടി എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ട്, അമ്മ ഇത് ഫ്ലോപ്പ് ആവില്ലല്ലോ, കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി കഴിക്കുന്നത്, അത് മോശമാവില്ലല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോശമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഇതാ മുട്ടയൊക്കെ ഞാൻ ഇതൊന്ന് പൊളിച്ച് മാറ്റട്ടെ കേട്ടോ. ഈ ഒരു ഷേപ്പിലൊക്കെ ആയിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ, ഞാൻ പറയുന്നില്ല. അങ്ങനെ മുട്ട പൊട്ടിത്തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. ആരും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ അടച്ച് വെക്കേണ്ട. ചിലപ്പോൾ എനിക്കായിരിക്കും വിവരമില്ലാത്തത്, നിങ്ങൾക്കൊക്കെ വിവരം ഉണ്ടാവും. ഒക്കെ ഇതറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. എനിക്കറിയാം അങ്ങനെ പൊട്ടിപ്പോവും എന്നുള്ളത് അറിയാം. പക്ഷേ എന്തോ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് ചെയ്തു പോയതാണ്. അപ്പോൾ എന്തായാലും മുട്ടയൊക്കെ ഞാനും അനീഷേട്ടനും കൂടി എനിക്കും അനീഷേട്ടനും കഴിക്കാനുള്ളത് 2 അനീഷേട്ടനും കഴിക്കും, അതുപോലെ 1 ഞാനും കഴിക്കും. അനീഷേട്ടൻ മഞ്ഞ അങ്ങനെ കഴിക്കില്ല കേട്ടോ. മഞ്ഞ ഞങ്ങൾ ഒഴിവാക്കല. കാരണം എന്തായാലും എനിക്ക് വണ്ണം വെച്ചതാണ്. അപ്പോൾ അതിന് കൊളസ്ട്രോളും കൂടെ വരണ്ട വിചാരിച്ചിട്ട് ഇനിയിപ്പം ഈ ഒരു കുഞ്ഞും മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടാണ് കേട്ടോ ഞാനും മക്കളും അനീഷേട്ടനും കഴിക്കുക. പക്ഷേ അധികം ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സമയം കിട്ടാറില്ല. അനീഷേട്ടനും മോളും ഇരിക്കും, ഞാൻ ചെറിയ ആൾക്ക് വാരി കൊടുക്കും. അത് അവിടെ ഇരുന്ന് തന്നെയല്ല വാരി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അനീഷേട്ടനുള്ള പാലും എനിക്കുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇതിനിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ, അനീഷേട്ടൻ്റെ പാല് അങ്ങനെ ആൾക്ക് എന്തായാലും പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാലായാലും
മുട്ടയായാലൊക്കെ ഡെയിലി, പിന്നെ അതുപോലെ പഴമായാലും ഡെയിലി ഈ ഉള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ആൾ കുറച്ച് വെയിറ്റുള്ള പണിയാണ്. KCBയിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഇതിൻ്റെയൊക്കെ പണിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു വെയിറ്റ് എടുക്കുന്ന ജോലി ആയതുകൊണ്ട് ആളെ ഹെൽത്ത് നോക്കേണ്ടത് ആളുടെ ഉത്തരവാദിത്തമാണ്. ആളെ ആണ് ഞങ്ങളുടെ എന്താ പറയുക എല്ലാം, അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് അനീഷാണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അനീഷാണ് ചിരി വരും കേട്ടോ. സാധാരണ അനീഷാൻ്റെ മുന്നിലേക്ക് ഞാൻ ഈ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനീഷാണ് എന്താ ചിരി പിടിച്ച് വെച്ചുകൊണ്ട് കഴിക്കുകയാണ്. അങ്ങനെ ഞാനും അനീഷാനും കൂടെ കുറേ നാളിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായ കുടിക്കുന്നിടത്ത് എനിക്കൊരു ടെൻഷൻ, മക്കളും കൂടെ എണീക്കാഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ പോയി മക്കളെ വിളിച്ചിട്ടോ. പിന്നെ അവരെണീറ്റ് ചായയൊക്കെ കുടിച്ചു. ഒരാളകത്തുനിന്ന് കളിക്കുകയാണ്. ചെറുതിനെ ഞാൻ വേഗം കുളിപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തി അങ്ങനെ കളറും ഒക്കെ ചെയ്തിട്ടിരിക്കുക. പിന്നെ അനീഷാൻ്റെ ഫോൺ എടുത്തും കളിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ദേവിട്ടി ഇതൊന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മോള് വന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇവിടെ അച്ഛനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാണ്. അച്ഛൻ്റെ തലേൻ്റെ മേലെ ഷഡ്ഡി ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. ഈ ഷഡ്ഡി ഞാൻ പറഞ്ഞു ആരും എടുക്കാത്തൊന്നും അല്ലല്ലോ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. ഈ മഴ കാരണം ഞങ്ങൾ വണ്ടി വെക്കാനും അതുപോലെ ഈ തേങ്ങയും കാര്യങ്ങളൊക്കെ വെക്കാനും പിന്നെ അയിൽ കെട്ടാനും കൂടെ മുറ്റത്തൊരു സൈഡിൽ ഷീറ്റ് കെട്ടിയതാണ് കേട്ടോ. അങ്ങനെ ദേവുട്ടി അനീഷാണ് അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അനീഷാണ് ഇങ്ങനെ തേങ്ങ പൊളിക്കുന്നത് കണ്ടിട്ട് പൊളിക്കാന്നൊക്കെ ഞങ്ങൾ പറയാം, നിങ്ങളൊക്കെ പൊതിക്കാന്നൊക്കെ ആയിരിക്കും പറയാം. ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഒരു ഭാഗത്തേക്ക് പൊളിക്കാന്ന് പറയും, ഒരു ഭാഗത്തേക്ക് പൊതിക്കുക, അങ്ങനെ പല ഭാഗത്തേക്കും പല സ്ലാങ് എന്ന് പറയില്ല, അതാണ് കേട്ടോ സംഭവം. എന്തായാലും ഞാൻ അലക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നത്. ആളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആളെനിക്ക് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളിലും. അതായത് വിറകിൻ്റെ കാര്യമായാലും ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ 100% മാർക്കൊന്നും ഞാൻ ആൾക്ക് കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എല്ലാം ചെയ്യുന്നവർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഇത് ഞങ്ങൾക്ക് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കണം. എന്തായാലും കുറച്ച് ഉണ്ടയായിട്ടുള്ളതുകൊണ്ട് അതും കൊടുക്കണം. ഉണ്ടയായിട്ടുള്ളതിനാണ് വില എന്നുള്ളത് ഞാനായിരുന്നു ഈ വെളിച്ചെണ്ണ എനിക്ക് അത്ര ഈ ഒരു കാര്യം അത്ര ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അനീഷയുടെ നാളെ എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. ഇത് നാളെ പോകാൻ, കാരണം ആളിതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് വണ്ടി കഴുകാനുണ്ട്, പിന്നെ അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നാളത്തേക്ക് വെക്കുന്നില്ല, ഞാൻ തന്നെ പോയിക്കോളാം, ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോക്കാരനുണ്ട്. അപ്പോൾ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് പോകാം, 4 മണിയാകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ അന്നത്തെ വീഡിയോ ഉള്ളൂ.